Hello, welcome to my YouTube channel Code Learner. ഇത് നമ്മുടെ പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിന്റെ നാലാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഒരു ഫംഗ്ഷൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാം കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫംഗ്ഷൻ. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇവന്റ് നിങ്ങൾ കണ്ടക്ട് ചെയ്യാണെന്ന് കരുതുക. അപ്പോൾ അതിനകത്ത് ആ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇവന്റിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരാൾ തന്നെ മാനേജ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഫോം ചെയ്യാം. എന്നിട്ട് ഓരോ കമ്മിറ്റിക്കും ഓരോ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നിങ്ങളൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടാസ്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊരു മൊഡ്യൂൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡ് ഉണ്ടായിരിക്കും. അതുപോലെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ സെറ്റ് ഓഫ് കോഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ടുള്ള റേറ്റ് അറിയാനും വേണ്ടിയിട്ടൊരു പർട്ടിക്കുലർ കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ കോഡും എല്ലാം ഒരു ആൾ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ടാസ്കും ഡിഫറെൻറ്റ് സബ് ഫംഗ്ഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിനകത്ത് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഓപ്പറേഷനും ഒരു സിംഗിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ കോഡ് ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യാം, ഈ ഓരോ ഓപ്പറേഷനും അഡീഷൻ ഒരു പർട്ടിക്കുലർ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, സബ്ട്രാക്ഷൻ വേറൊരു ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, മൾട്ടിപ്ലിക്കേഷൻ വേറെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതായത് ഇവിടെ ടീം എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ സെപ്പറേറ്റ് കോഡ് യൂസ് ചെയ്ത് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ ഓരോ സെപ്പറേറ്റ് ബ്ലോക്ക് ഓഫ് കോഡിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കോംപ്ലക്സിറ്റി, പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ നോർമലി യൂസ് ചെയ്യുന്നത്. അത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൈത്തണിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഫംഗ്ഷൻസ് ആർ സെൽഫ് കണ്ടെയ്ൻഡ് റീയൂസബിൾ പ്രോഗ്രാംസ് ഓർ കോഡ്സ്. നിങ്ങളൊരു പ്രോഗ്രാം, ഒരു കോഡ്, ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നിങ്ങൾക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ പിന്നീട് നോക്കാം. സോ ഇറ്റ് ഈസ് എ നെയിംഡ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് പെർഫോംസ് സം യൂസ്ഫുൾ ഓപ്പറേഷൻസ്. അതായത് സെറ്റ് ഓഫ് സീക്വൻസ് ആ ഫംഗ്ഷനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന് ചിലപ്പം ആർഗ്യുമെന്റ് റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ ഫംഗ്ഷന് വാല്യൂ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നോക്കാം. ഇനി ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലും അവിടെ രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ കമ്പൈലറിനകത്ത് അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിനകത്ത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷനെ പറയുന്ന പേരാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. അതിന്റെ മീനിങ് അല്ലെങ്കിൽ അതിന്റെ കോഡ് എന്താണെന്നുള്ളത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അത് നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ ഇനി രണ്ടാമത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസ് കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ കറസ്പോണ്ടിങ് മെക്കാനിക്കിനെ വിളിക്കും, അത് ആ ഒരു സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ആ മെക്കാനിക്കിനെ വിളിക്കുന്നത്, ആ മെക്കാനിക്ക് അവിടുത്തെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ആ മെക്കാനിക്ക് അയാൾക്ക് അറിയാവുന്ന സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഡിവൈസ് കേട് വന്നു കഴിഞ്ഞാൽ ആ ഡിവൈസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഡിവൈസ് എങ്ങനെ ഇനി വർക്കിംഗ് സ്റ്റേറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, അത് ആ മെക്കാനിക്ക് ചെയ്തോളും. ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്കൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ കാര്യം ചെയ്തു തരും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാമെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇവിടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എക്സാമ്പിൾസ് ആണ് ഇൻറ്റ്, ടൈപ്പ്, സൈന്, SQRT, ഇൻപുട്ട്, എക്സെട്ര. അങ്ങനെ ഇഷ്ടംപോലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പൈത്തണിൽ അവൈലബിൾ ആണ്. ഇതിനെല്ലാം അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ടാസ്ക് ഉണ്ട്. ഇപ്പോൾ ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് ദെൻ പാരാന്തസിസ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഒരു ഡബിൾ ആയിട്ടുള്ള ഒരു നമ്പറിനെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഡെസിമൽ പോയിന്റ് വാല്യൂവിനെ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻറ്റ് ഓഫ്. അതുപോലെ ടൈപ്പ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ടൈപ്പ് അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്ത് ടൈപ്പ് ആണെന്ന് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈപ്പ്. ഇനി ഒരു ആംഗിളിന്റെ സൈൻ വാല്യൂ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സൈൻ ഓഫ്. ഓക്കെ, ഇതുപോലെ കോസ് ഫംഗ്ഷൻ ഉണ്ട്. ഇതിന്റെ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് SQRT. ഇതിന്റെ എല്ലാം എക്സാമ്പിൾ നമുക്ക് പിന്നീട് ചെയ്തു നോക്കാം. അതുപോലെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട്. അതുപോലെ മോണിറ്ററിനകത്തോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് പ്രിന്റ്.
അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് ടൈപ്പ് ഓഫ് 32 എന്നുള്ളത് നിങ്ങൾക്കറിയാം ഒരു നമ്പറാണ്, പക്ഷെ അതൊരു ഡബിൾ കോഡിനുള്ളിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആയിട്ട് മാറും. അപ്പോൾ അതിന് ടൈപ്പ് എന്താണെന്നുള്ളത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് ആസ് ടൈപ്പ് str. അതൊരു സ്ട്രിങ് ടൈപ്പ് ആയിട്ടുള്ള വാല്യൂ ആണ്, അതായത് 32 എന്നുള്ള ഒരു സ്ട്രിങ് ടൈപ്പ് ആയിട്ടുള്ള വാല്യൂ ആണ്, കാരണം അത് ഡബിൾ കോഡിനുള്ളിലാണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു നമ്പറിന് സ്ക്വയർ റൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ sqrt ഓഫ് 16 16ന്റെ സ്ക്വയർ റൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ sqrt എന്നുള്ളതൊരു ഫംഗ്ഷൻ ആണ്, ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻസൈഡ് ദിസ് മാത്ത് മൊഡ്യൂൾ. പിന്നെ മൊഡ്യൂൾ മാത്ത് എന്നുള്ള ഒരു മൊഡ്യൂൾ ആണ്, അത് മൊഡ്യൂൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഈ മൊഡ്യൂളിനകത്താണ് ഈ sqrt ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ മാത്ത് ഡോട്ട് sqrt ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് വിൽ റിട്ടേൺ 4. അതുപോലെ തന്നെ ഇൻഡ് ഓഫ് 3.5, അതായത് 3.5 എന്നുള്ളൊരു പോയിന്റ് വാല്യൂ ആണ്, അതായത് ഡെസിമൽ പോയിന്റ് വാല്യൂ ആണ്, അതിനെ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇൻഡ്. സോ ഇൻഡ് ഓഫ് 3.5 വിൽ റിട്ടേൺ 3. ഇനി മാത്ത് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. മാത്ത് ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓരോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും അതിൻ്റെതായ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ റൂട്ട് കാണാൻ sqrt ഫംഗ്ഷൻ യൂസ് ചെയ്യാം, സൈൻ വാല്യൂ കാണാൻ സൈൻ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, കോസ് വാല്യൂ കാണാൻ കോസ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ഏത് മൊഡ്യൂളിൽ നിന്ന് വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്ത് മൊഡ്യൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്, അതായത് ഓൾറെഡി ഇന്റർപ്രറ്ററിനകത്ത് കുറേ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ആണ്, ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോ സെറ്റ് ഓഫ് മൊഡ്യൂൾസിനകത്താണ്. അപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മാത്ത് മൊഡ്യൂൾ നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. അതായത് നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് നിങ്ങൾ അതിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. അതിനാണ് ഇവിടെ ഇമ്പോർട്ട് മാത്ത് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ മാത്ത് എന്നുള്ള മൊഡ്യൂൾ ഇതൊരു മൊഡ്യൂളാണ്, ഈ മൊഡ്യൂളിനകത്ത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് പൈ. സോ മാത്ത് ഡോട്ട് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 3.1415 എന്നായിരിക്കും മാത്ത് ഡോട്ട് പൈ. ഇനി എനിക്കൊരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നുണ്ടെങ്കിൽ പ്രിന്റ് മാത്ത് ഡോട്ട് sqrt ഓഫ് 16 അല്ലെങ്കിൽ sqrt ഓഫ് 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോട്ട് നൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുക, അതായത് മൊഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷൻ്റെ പേര്. അതുപോലെ തന്നെ വേറെ 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മാത്ത് ഡോട്ട് ലോഗ് 10 ഓഫ് എക്സ്, അതായത് ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് 10, അതായത് ബേസ് 10 ആയിട്ടുള്ള ലോഗരിതമിക് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോഗ് 10 എക്സ് തന്നെ കൊടുക്കേണ്ടി വരും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ആംഗിളിൻ്റെ ഒരു സൈൻ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ മാത്ത് ഡോട്ട് സൈൻ ഓഫ് ആ കറസ്പോണ്ടിങ് ആംഗിൾ എത്ര എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൊടുക്കുന്ന ആംഗിൾ റേഡിയനിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിയിലുള്ള ആംഗിളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ യു ഹാവ് എ ഡിഗ്രി വാല്യൂ, ഡിഗ്രി ഈസ് ഈക്വൽ ടു 45. അപ്പോൾ ഈ 45നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 × π/360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ആംഗിൾ ഈക്വൽ ടു ഡിഗ്രീസ് ഇൻറ്റു, ഡിഗ്രീസിനകത്ത് 45 ഉണ്ട്, സോ 45 × 2 × പൈയുടെ വാല്യൂ മാത്ത് ഡോട്ട് പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്, ഡിവൈഡ് ബൈ 360. സോ 2π/360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഈ ആംഗിളിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. ആ ആംഗിളാണ് നിങ്ങൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. സോ യു വിൽ ഗെറ്റ് 0.707. അപ്പോൾ ഇതാണ് സൈൻ ഓഫ് 45. അങ്ങനെ ഇതുപോലെ കോസ് വാല്യൂ, ടാൻ വാല്യൂ, എന്തായാലും എന്ത് വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മാത്ത് ഡോട്ട് sqrt ഫംഗ്ഷൻ ഉണ്ട് സ്ക്വയർ റൂട്ട് കാണാൻ, മാത്ത് ഡോട്ട് എക്സ്പോണന്റ് വാല്യൂ കാണാൻ, e⁻x കാണണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ e⁻10 കാണണമെന്നുണ്ടെങ്കിൽ മാത്ത് ഡോട്ട് exp ഓഫ് 10 എന്ന് കൊടുത്താൽ മതി. മാത്ത് ഡോട്ട് പൈ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ മാത്ത് ഡോട്ട് ലോഗ് ഓഫ് എക്സ്, അപ്പോൾ സിംപ്ലി ലോഗ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടു ദ ബേസ് ഇ ആണ് കാണുക, ലോഗ് 10 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടു ദ ബേസ് 10 ആണ് കാണുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മാത്ത് ഡോട്ട് sqrt ഓഫ് 2/2, സ്ക്വയർ റൂട്ട് ഓഫ് 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.707 ആണ്. ദെൻ കോമ്പോസിഷനിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ, ഏത് ടൈപ്പ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് പൈത്തണിൽ വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, x ഈക്വൽ ടു മാത്ത് ഡോട്ട് കോസ് ഓഫ് ആംഗിൾ പ്ലസ് മാത്ത് ഡോട്ട് π/2. ഇതൊരു കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യമാണ് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക.
അതിനെ കോസിനകത്തോട്ട് കൊടുക്കും. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എക്സിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ മാത്ത് ഡോട്ട് ഇ റേസ് ടു ലോഗ് ടൺ, അതായത് ഇ റേസ് ടു ലോഗ് ടൺ ആണ് ഇത് കാണുക. അതിൻ്റെ വാല്യൂ എക്സിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഫംഗ്ഷന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് യൂസറാണ്. യൂസറാണ് അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് എഴുതുന്നത്. അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. നിങ്ങൾ അതിൻ്റെ കോഡ് എഴുതേണ്ട ആവശ്യമില്ല, പകരം ആ ഫംഗ്ഷനെ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ഇവിടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനകത്ത് നിങ്ങൾ അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് എഴുതും വേണം, ആ ഫംഗ്ഷനെ കോൾ ചെയ്യും വേണം. അതെങ്ങനെയുള്ള നമുക്ക് പിന്നീട് നോക്കാം, എക്സാമ്പിൾ ചെയ്ത് നോക്കാം. So functions that we define ourselves and use that are called user defined function. പൈത്തണിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഡെഫ്. ഡിഫ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഡിഫ്, ദെൻ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നമ്പർ ആഡ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിഫ് ആഡ്, നിങ്ങളൊരു യൂസർ ഡിഫൈൻഡ് ഒരു നെയിം കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. സോ ആഡ് ബ്രാക്കറ്റിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ് നിങ്ങൾക്ക് പാസ് ചെയ്യാനുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക, ഇല്ലെങ്കിൽ എംപ്റ്റി ബ്രാക്കറ്റ് മാത്രം കൊടുത്താൽ മതി. ദെൻ ഒരു കോളൻ കൊടുക്കുക. ദെൻ അതിന് താഴെ ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ട് വേണം ഈ ഫംഗ്ഷനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ. ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും, നിങ്ങളൊരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫംഗ്ഷൻ്റെ പേര് എഴുതും, ദെൻ പാരാന്തസിസ് ഇടും, ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇവിടെ കേളി ബ്രാക്കറ്റ് അല്ല, പകരം ഇവിടെ ടാബ് സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫംഗ്ഷനാണ്. സോ ഡിഫ് മെസ്സേജ് ഓഫ്, ആ മെസ്സേജ് എന്നുള്ള ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ആ മെസ്സേജ് എന്നുള്ള ഫംഗ്ഷന് പ്രിന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിട്ടുള്ളത്. ഹലോ എന്നുള്ളൊരു മെസ്സേജ് മോണിറ്ററിൽ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ആരെങ്കിലും കോൾ ചെയ്യണം, അല്ലാണ്ട് ഈ ഫംഗ്ഷൻ വെറുതെ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ അത് കോൾ ചെയ്യേണ്ടത് നിങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഈ ഒരു ലൈന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക, കാരണം ബാക്കിയുള്ളതെല്ലാം ഈ ഫംഗ്ഷനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. സോ പ്രോഗ്രാം എക്സിക്യൂഷൻ ഈ ലൈന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെൽക്കം ടു കോഡ് ലേണർ എന്നുള്ളൊരു മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്യും. വെൽക്കം ടു കോഡ് ലേണർ, അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ വയലറ്റ് കളറിൽ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം മെസ്സേജ് ഓഫ് എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, മെസ്സേജ് ഓഫ്. അപ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഓക്കെ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഇതാണ് ആ ഫംഗ്ഷന്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന പേരും ഇവിടെ കൊടുക്കുന്ന പേരും സെയിം ആയിരിക്കണം, കാരണം ഈ ഫംഗ്ഷനെ നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്യാണ്. അപ്പോൾ അത് കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഹലോ എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. അതാണ് ഇവിടെ രണ്ടാമത്തെ ലൈനിൽ ഔട്ട്പുട്ട് കാണിച്ചുള്ളത്, ഹലോ എന്നുള്ള മെസ്സേജ്. ദെൻ ഇതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കൺട്രോൾ അടുത്ത ലൈനിലോട്ട് വരും. ദെൻ ഗുഡ് ബൈ എന്നുള്ള മെസ്സേജ് മോണിറ്ററിൽ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യലും ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യലും. ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ ഡെഫ് എന്നുള്ള കീവേഡ് ആണ് യൂസ് ചെയ്യുക. ദെൻ യു ഹാവ് ടു ഗീവ് ദ ഫംഗ്ഷൻ നെയിം, ദെൻ പാരാന്തസിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആഡ് എന്നുള്ളൊരു ഫംഗ്ഷനാണ്. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. പ്രോഗ്രാം എക്സിക്യൂഷൻ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫംഗ്ഷൻ എക്സാമ്പിൾ എന്നുള്ളൊരു മെസ്സേജ് മോണിറ്ററിൽ ഫസ്റ്റ് പ്രിന്റ് ചെയ്യും, ഫംഗ്ഷൻ എക്സാമ്പിൾ. ദെൻ നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, ആഡ് ഓഫ് 10,20. അപ്പോൾ ഈ ഒരു ലൈൻ എത്തിക്കഴിഞ്ഞാൽ കൺട്രോൾ നിങ്ങൾക്കറിയാം ഈ ആഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എവിടെയാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് കൺട്രോൾ ജമ്പ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് രണ്ട് വാല്യൂ ആണ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ആർഗ്യുമെന്റ്സ്. സോ 10,20, 10ഉം 20 ആണ് ഇവിടുത്തെ ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഈ രണ്ട് വാല്യൂസിനെ റിസീവ് ചെയ്യാൻ ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സ് വേണം, അല്ലെങ്കിൽ രണ്ട് ആർഗ്യുമെന്റ്. ഇവിടെ ഒന്നുകിൽ ആർഗ്യുമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 10 ആകും, വൈ ഈക്വൽ ടു 20 ആകും. ഇവിടെ നിങ്ങൾ എത്ര ആർഗ്യുമെന്റ് കൊടുക്കുന്നോ അത്രയും പാരാമീറ്റേഴ്സ് നിങ്ങളിവിടെ കോമട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെന്തായി, എക്സ് ഈക്വൽ ടു 10 ആയി, വൈ ഈക്വൽ ടു 20 ആയി. സോ സം ഈസ് എക്സ് പ്ലസ് വൈ. സം ഈസ് എന്ന് പറഞ്ഞിട്ട് 10 പ്ലസ് 20, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് നോക്കുമ്പോൾ സം ഈസ് 30 എന്ന് പറഞ്ഞ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇനി നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ അതിന് സ്കോപ്പ് ഉണ്ടാവുള്ളൂ. സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് അകത്ത് മാത്രമേ ആ വേരിയബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫംഗ്ഷന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ വേരിയബിളിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് ആരെങ്കിലും കോൾ ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20. നമുക്ക് എക്കും ബിക്കും രണ്ട് വാല്യൂസ് സ്റ്റോർ ചെയ്തു.
ഇനി നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ആഡ് ഓഫ് എ കോമ ബി. അപ്പം എന്ത് ചെയ്യും, കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. സോ എക്സ് ഈക്വൽ ടു എ ആകും, വൈ ഈക്വൽ ടു ബി ആകും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 20. ദെൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ കാണും. സി ഈക്വൽ ടു 10 പ്ലസ് 20, ദാറ്റ് ഈസ് സി ഈക്വൽ ടു 30. പിന്നെ കൺട്രോൾ നേരെ ഇങ്ങോട്ടാണ് വരിക. ഇവിടെ പ്രിന്റ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ സിയുടെ വാല്യൂ 30 ആണ്. പക്ഷേ ഫംഗ്ഷൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സി ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് വിൽ ജനറേറ്റ് ആൻ എറർ, നെയിം സി ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എററാണ് വരിക. നെയിം സി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൻ്റെ സ്കോപ്പ് ലോക്കൽ സ്കോപ്പ് ആണെന്ന് പറയാൻ കാരണം. ഒരു ഫംഗ്ഷന് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതൊരു വാല്യൂ ഇറ്റ് മേ ഓർ മേ നോട്ട് റിട്ടേൺ എ വാല്യൂ. ചില ഫംഗ്ഷന് വാല്യൂ റിട്ടേൺ ചെയ്യും, ചിലത് വാല്യൂ റിട്ടേൺ ചെയ്യില്ല. അങ്ങനെ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷന് പറയുന്ന പേരാണ് ഫ്രൂട്ട്ഫുൾ ഫംഗ്ഷൻസ്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാത്ത് ഡോട്ട് പൈ യൂസ് ചെയ്യുന്നുണ്ട്. പൈൻ്റെ ഒരു വാല്യൂ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് വന്നിട്ടുള്ളത് മാത്ത് എന്നുള്ള മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ ആ മൊഡ്യൂളിൽ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇമ്പോർട്ട് മാത്ത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കണം. സി പ്രോഗ്രാമിംഗ് പഠിച്ചവർ മനസ്സിലാവും, ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് എഴുതാറുണ്ട്. അതിന് ഈക്വലന്റ് ആയിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടെ മാത്ത് എന്നുള്ള മൊഡ്യൂൾ നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ആ മൊഡ്യൂളിനകത്ത് കുറേ ഫംഗ്ഷൻസ് ഓൾറെഡി ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ അവൈലബിൾ ആണ്. ആ ഫംഗ്ഷൻ നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണ്. സോ ഇമ്പോർട്ട് മാത്ത്. പിന്നെയുള്ളതൊരു ഫംഗ്ഷൻ ഡെഫിനേഷൻ ആണ്. ആ ഫംഗ്ഷൻ ഡെഫിനേഷൻ നിങ്ങൾ ഇപ്പോൾ നോക്കണ്ട, കാരണം ഇതിൻ്റെ ഫംഗ്ഷൻ ആരെങ്കിലും കോൾ ചെയ്താലേ ഇത് എക്സിക്യൂട്ട് ആവുള്ളൂ. പ്രോഗ്രാം എക്സിക്യൂഷൻ ഈ ഒരു ലൈൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ആർ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ റേഡിയസ്. ഒരു റേഡിയസ് യൂസർ എടുക്കുന്ന ഒരു വാല്യൂ റീഡ് ചെയ്യുന്നുണ്ട്. അതിനെ ആർ എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള പ്രോഗ്രാമാണത്. സർക്കിളിൻ്റെ ഏരിയ കാണാൻ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റേഡിയസ് റീഡ് ചെയ്യണം. അപ്പോൾ റേഡിയസ് ഇവിടെ റീഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. എ ഈക്വൽ ടു ഏരിയ ഓഫ് ആർ. അതായത് ഏരിയ എന്നുള്ളത് ഫംഗ്ഷൻ്റെ പേരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് തൊട്ട് മേലെ നിങ്ങൾ റേഡിയസ് റീഡ് ചെയ്തിട്ടുണ്ട്. ആ റേഡിയസ് ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഫംഗ്ഷനുള്ളിൽ ഈ ആറിനെ പറയുന്ന പേര് റേഡിയസ് എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടുന്ന് എന്താണോ വാല്യൂ വരുന്നത് അത് ഈ ഒരു വേരിയബിളിനകത്തോട്ട് അസൈൻഡ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർ ഈക്വൽ ടു 5 ആണ് നിങ്ങൾ ഇവിടെ റീഡ് ചെയ്തതെങ്കിൽ ഏരിയ ഓഫ് 5 ആണ് ഇങ്ങോട്ട് പോവുക. അപ്പോൾ റേഡിയസിനകത്ത് 5 വരും. ഇനി ടെംപ് ഈക്വൽ ടു മാത്ത് ഡോട്ട് പൈ ഇൻറ്റു റേഡിയസ് സ്റ്റാർ 2. അപ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്, റേഡിയസ് സ്ക്വയർ ആണ് കാണുക. അപ്പോൾ ഇവിടെ 5 ആണ് വന്നതെങ്കിൽ 5 സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാൻ പൈ ആർ സ്ക്വയർ ആണല്ലേ. അപ്പോൾ പൈ ആർ സ്ക്വയർ, അതായത് മാത്ത് ഡോട്ട് പൈ എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ ആ റിസൾട്ട്, ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് ടെംപ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ആ റിസൾട്ട് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും, റിട്ടേൺ ടെംപ്. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നേരെ സ്റ്റോർ ആകുക ഈ എ എന്നുള്ള വേരിയബിളിനകത്തോട്ടാണ്. കാരണം നിങ്ങൾ ഇവിടുന്ന് കോൾ ചെയ്തിട്ടുള്ളത് എ ഈക്വൽ ടു എന്നിട്ടാണ് കോൾ ചെയ്തിട്ടുള്ളത്. എ ഈക്വൽ ടു ഏരിയ ഓഫ് ആർ. അപ്പോൾ ഇത് ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈ എ എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആ ഏരിയ എന്താണെന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ സംടൈംസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഹാവ് മൾട്ടിപ്പിൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ്, വൺ ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് എ കണ്ടീഷൻ. ഇപ്പോൾ ചില ഫംഗ്ഷനകത്ത് അത് മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യാം, അതായത് ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻ. ഇപ്പോൾ ഇവിടെ ഇഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ റിട്ടേൺ -x, എൽസ് റിട്ടേൺ +x. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ ഒരു കേസിൽ സപ്പോസ് എക്സിൻ്റെ വാല്യൂ നിങ്ങൾ നെഗറ്റീവ് വാല്യൂ ആണ് കൊടുത്തതെങ്കിൽ, അതായത് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ റിട്ടേൺ -x. ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ -5 ആണ് കൊടുത്തതെങ്കിൽ റിട്ടേൺ -5, അതായത് 5 ആണ് റിട്ടേൺ ചെയ്യുക, +5 ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ആ പോസിറ്റീവ് വാല്യൂവിനെ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷനെ എക്സിക്യൂട്ട് ആവുള്ളൂ.
അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇത് മാത്രം എക്സിക്യൂട്ട് ആവും, ഇത് എക്സിക്യൂട്ട് ആവലുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് ഡെഡ് കോഡ്. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾ ആണ് ചെയ്യാനുള്ളത്. പ്രോഗ്രാം ടു ചെക്ക് എ ഗിവൺ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ് യൂസിങ് എ ഫംഗ്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ മെനു ഡ്രിവൺ പ്രോഗ്രാം ടു പെർഫോം ഓൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൺ യൂസിങ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട നമ്പർ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ നമ്പർ. യൂസർ ഇടുന്ന നമ്പർ ഫസ്റ്റ് റീഡ് ചെയ്യണം. ഇനി ആ റീഡ് ചെയ്ത നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെക്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. ആർഗ്യുമെൻ്റ് ആയിട്ട് ആ നമ്പറിനെ പാസ് ചെയ്യാം. ഓക്കെ, ഇനി ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. സോ ഡിഫ് ചെക്ക് ആർഗ്യുമെൻ്റ് ഒരു വാല്യൂ കൊടുക്കാം. ഒന്നുകിൽ എക്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ എൻ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി ആ ഫംഗ്ഷനുള്ളിൽ ഇഫ് ദാറ്റ് എൻ മോഡ് 2 ഈക്വൽ 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് അൻ ഈവൻ നമ്പർ. എനിക്കറിയാം ഏതൊരു ഈവൻ നമ്പറും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണ് കിട്ടുക. സോ വി ക്യാൻ പ്രിൻറ്റ് ഇറ്റ് ആസ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. ഇനി അതല്ലെങ്കിൽ എൽസ് പ്രിൻറ്റ് ഓഡ് നമ്പർ. ഓക്കെ, ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ. നമുക്ക് 12 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യാം. 13 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡ് നമ്പർ. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ നമ്പർ ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ 6ാമത്തെ ലൈൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്പർ ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന രീതിയിലും വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈക്വൽ 0 ആണെങ്കിൽ റിട്ടേൺ 0 എൽസ് റിട്ടേൺ 1 ഇങ്ങനെ കൊടുക്കുക. ഇവിടെ നമുക്ക് ആ വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ റിസൾട്ട് ഈക്വൽ ടു ചെക്ക് ഓഫ് എൻ. എന്നിട്ട് ഇവിടെ ആ കണ്ടീഷൻ കൊടുക്കാം. ഇഫ് റിസൾട്ട് ഈക്വൽസ് 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഈവൻ. എൽസ് പ്രിൻറ്റ് ഓഡ്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്പർ 14 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ, നമ്പർ 15 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഡാണോ ഈവനാണോ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന് ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാമാണ്. അതായത് എല്ലാ അരിത്മെറ്റിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാനുള്ള ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് ഫസ്റ്റ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. എയും ബിയും 2 വാല്യൂസ് ആയിട്ട് റീഡ് ചെയ്യാം. അതായത് അഡീഷണൽ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 നമ്പർ ഇൻപുട്ട് വേണം ഫസ്റ്റ്. അപ്പോൾ അത് യൂസറിൽ നിന്ന് ഫസ്റ്റ് റീഡ് ചെയ്യണം. സോ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യുക. അതേപോലെ തന്നെ സെക്കൻഡ് നമ്പറും റീഡ് ചെയ്യുക. ഞാൻ തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. എൻ്റർ ദ സെക്കൻഡ് നമ്പർ, 2 നമ്പർ റീഡ് ചെയ്തു. ഇനി നമുക്ക് ആ മെനു ഒന്ന് പ്രിൻ്റ് ചെയ്യണം. സോ പ്രിൻ്റ് അതായത് 1 എന്ന് പറഞ്ഞാൽ അഡീഷനാണ് പെർഫോം ചെയ്യേണ്ടത്. അതായത് യൂസർ ഇതിനകത്തുനിന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് വേണം ഇനി പ്രോഗ്രാം വർക്ക് ചെയ്യിക്കാൻ. തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യാണ്. നമുക്ക് 4 ഓപ്പറേഷനാണുള്ളത്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി യൂസർ ഇടുന്നൊരു ഓപ്ഷൻ റീഡ് ചെയ്യണം. സോ ചോയ്സ് ഈക്വൽ ടു CH, തൽക്കാലം CH എന്ന് കൊടുക്കാം. ചോയ്സ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് യൂസറുടെ ഒരു ഓപ്ഷന് ഇൻപുട്ട് ചെയ്യാൻ പറയാം. എൻ്റർ യുവർ ചോയ്സ്.
അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂസർ ഒന്നെങ്കിൽ ഫസ്റ്റ് 1 ഇൻപുട്ട് ചെയ്യും, അല്ലെങ്കിൽ 2 ഇൻപുട്ട് ചെയ്യും, അല്ലെങ്കിൽ 3 ഇൻപുട്ട് ചെയ്യും, അല്ലെങ്കിൽ 4 ഇൻപുട്ട് ചെയ്യും. ആ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് വേണം ഇനി പ്രോഗ്രാം വർക്ക് ചെയ്യിക്കാൻ. സപ്പോസ് ഈ യൂസർ ഇൻപുട്ട് ചെയ്ത ചോയ്സ് 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അഡീഷനാണ് പെർഫോം ചെയ്യേണ്ടത്. സോ വി ക്യാൻ കോൾ ആഡ് ഓഫ് എ കോമ ബി. എയും ബിയും ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്. നമുക്കത് ഒരു റിസൾട്ട് എന്നുള്ള വേരിയബിളിനകത്തോട് സ്റ്റോർ ചെയ്യാം. സപ്പോസ് യൂസർ ഇൻപുട്ട് ചെയ്ത നമ്പർ ഓപ്ഷന് 2 ആണെങ്കിൽ നമുക്ക് സബ്ട്രാക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ സബ് എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇതെല്ലാം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. യൂസറിന് ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷൻ പേര് കൊടുക്കാം. സപ്പോസ് യൂസർ ഇൻപുട്ട് ചെയ്ത ഓപ്ഷന് 3 ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. സോ മൾഡ് എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. സപ്പോസ് യൂസർ ഇൻപുട്ട് ചെയ്ത ഓപ്ഷന് 4 ആണെങ്കിൽ ഡിവിഷനാണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡിവ് എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് റിസൾട്ടിനകത്ത് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. സോ പ്രിന്റ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് അവിടെ പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആഡ്, സബ്, മള്ള്, ഡിവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനെല്ലാം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യേണ്ടത് മേലെയാണ് ഡിഫൈൻ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ആഡ് എന്നുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ഡിഫ് ആഡ് ഓഫ് 2 നമ്പർ റീഡ് ചെയ്യണം. ആ റീഡ് ചെയ്യേണ്ട നമ്പർ എയും ബിയും ആണ് ഇവിടുന്ന് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 നമ്പറിനെ റിസീവ് ചെയ്യാൻ നമുക്ക് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിൾ എഴുതാം. നിങ്ങൾക്ക് എയും ബിയും തന്നെ യൂസ് ചെയ്യാൻ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? റിട്ടേൺ ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൈ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അതായത് തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് റിട്ടേൺ ചെയ്യണം. ഇതേപോലെ ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്യാം. ഞാനൊരു കോപ്പി പേസ്റ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എക്സ് ഇൻറ്റു വൈ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഡിവിഷൻ ആണെങ്കിൽ എക്സ് ബൈ വൈ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈ റിസൾട്ട് എന്നുള്ള വേരിയബിളിനകത്തോട്ട് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 10 ഇൻപുട്ട് ചെയ്തു. എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20 ഇൻപുട്ട് ചെയ്തു. ഒരു മെനു ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ മെനുവിന് നമ്മൾ ഓപ്ഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ 10 + 20 ആണ് കാണേണ്ടത്. സോ 30 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറൊരു ഓപ്ഷൻ കൊടുത്തു നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 20, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 30. നമുക്ക് ഫോർത്ത് ഓപ്ഷൻ കൊടുത്തു നോക്കാം, ഡിവിഷൻ കൊടുത്തു നോക്കാം. സോ ദ റിസൾട്ട് ഈസ് 0.666. അപ്പോൾ ഇതാണ് ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം. ഇവിടെ ഫസ്റ്റ് മെനു പ്രിന്റ് ചെയ്യും, എന്നിട്ട് യൂസറുടെ ഓപ്ഷൻ ചോയ്സ് റീഡ് ചെയ്യും. ആ ചോയ്സിനെ ബേസ് ചെയ്തിട്ട് ഈഫ് ലോജിക്ക് യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഫംഗ്ഷനെ കോൾ ചെയ്യും. then ആ റിസൾട്ട് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ 2 എക്സാമ്പിൾ, ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള 2 എക്സാമ്പിളിൻ്റെ പ്രോഗ്രാം. ഇനി അടുത്തത് റിക്കഴ്സീവ് ഫങ്ഷൻസ്. റിക്കഴ്സീവ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ റിക്കഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഒരു ഫംഗ്ഷനെ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കോൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ കൗണ്ട് ഡൗൺ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, കൗണ്ട് ഡൗൺ ഓഫ് n. അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്ന n-ന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ ബ്ലാസ്റ്റ് ഓഫ് എന്നുള്ളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു റിക്കഴ്സീവ് ഫംഗ്ഷന് ഒരു എക്സിറ്റ് കണ്ടീഷന് മസ്റ്റ് ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എക്സാമ്പിൾ നമുക്ക് പിന്നീട് നോക്കാം. സോ ഇഫ് n ഈക്വൽസ് 0 ആണെങ്കിൽ ബ്ലാസ്റ്റ് ഓഫ് എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഇനി സപ്പോസ് യൂസർ ഇൻപുട്ട് ചെയ്തത് 0 അല്ല, വേറെ എന്തെങ്കിലും വാല്യൂ ആണെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ n-ന്റെ വാല്യൂ 10 ആണെന്ന് കരുതുക. അപ്പോൾ നേരെ ഈ എൽസ് പോർഷനകത്തോട്ടാണ് കൺട്രോൾ വരിക. എൽസ് പോർഷനകത്തോട്ടാണ് കൺട്രോൾ വരിക. ഈ എൽസ് പോർഷനകത്ത് n-ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 10 പ്രിന്റ് ചെയ്യും. n-ന്റെ വാല്യൂ 10 ആണെങ്കിൽ 10 പ്രിന്റ് ചെയ്യും. അതിനുശേഷം കൗണ്ട് ഡൗൺ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഈ കൗണ്ട് ഡൗൺ എന്നുള്ള ഫംഗ്ഷന് മേലെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷന് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ റിക്കഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയും. സോ കൗണ്ട് ഡൗൺ ഓഫ് n-1. സപ്പോസ് നിങ്ങൾ n-ന്റെ വാല്യൂ 10 ആണ് ഇങ്ങോട്ട് പാസ് ചെയ്തതെങ്കിൽ ഇവിടെ കൗണ്ട് ഡൗൺ ഓഫ് n-1. കൗണ്ട് ഡൗൺ ഓഫ് n-1 എന്ന് പറഞ്ഞാൽ കൗണ്ട് ഡൗൺ ഓഫ് 10-1, ദാറ്റ് ഈസ് കൗണ്ട് ഡൗൺ ഓഫ് 9. ഇപ്പോൾ കൺട്രോൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ n-ന്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ 9 ആയി. അഗെയിൻ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, n ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ല, n ഈക്വൽ ടു ഇപ്പോൾ 9 ആയിട്ടുണ്ട്. 9 ആണെങ്കിൽ വീണ്ടും 9-ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അഗെയിൻ 9-1 ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുക. വീണ്ടും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ദാറ്റ് ഈസ് 9-1 എന്ന് പറഞ്ഞാൽ 8. അഗെയിൻ ഇങ്ങോട്ട് വരും, 8 പ്രിന്റ് ചെയ്യും. ദെൻ 7 ഇങ്ങോട്ട് പാസ് ചെയ്യും.
7 പ്രിന്റ് ചെയ്യും, ഇങ്ങോട്ട് 6 പാസ് ചെയ്യും, ദെൻ 6 പ്രിന്റ് ചെയ്യും, 5 പാസ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതുവരെ പോകും? എന്നിന്റെ വാല്യൂ 0 എത്തുമ്പോൾ എന്ത് ചെയ്യും? ബ്ലാസ്റ്റ് ഓഫ് എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കാണാനുള്ള ഒരു റിക്കഴ്സീവ് ഫംഗ്ഷൻ ആണ്, കോഡാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സൈഡിലുള്ള കോഡ് തൽക്കാലം ഇപ്പം നോക്കണ്ട, ലെഫ്റ്റ് സൈഡിലുള്ള കോഡ് നോക്കുക. ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇവിടെ ഞാൻ ടാബ് സ്പേസ് കൊടുത്തിട്ടില്ല, നിങ്ങൾ എഴുതുമ്പോൾ ടാബ് സ്പേസ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ആരെങ്കിലും കോൾ ചെയ്യണം. കോൾ ചെയ്യാണ്ട് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കോഡ് ചെയ്യുന്നത് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ഫാക്ടോറിയൽ കാണാനുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാം ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 × 2 × 3 × 4 × 5, അല്ലെങ്കിൽ നേരെ റിവേഴ്സിൽ നമുക്ക് എഴുതാൻ പറ്റൂലേ, 5 × 4 × 3 × 2 × 1. അപ്പോൾ ഇവിടെ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 ഫാക്ടോറിയൽ ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 3 ഫാക്ടോറിയൽ ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ആ ഒരു ഓർഡറിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് യൂസർ ഇടുന്ന ഒരു നമ്പർ റീഡ് ചെയ്യും. നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഇവിടെ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞ് എഴുതണം. പൈത്തൺ 3 എഴുതുന്നതെങ്കിൽ, പൈത്തൺ 2 ഇങ്ങനെ എഴുതിയാലും പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പോൾ ഒരു നമ്പർ ഇവിടെ നമ്മിനകത്തോട്ട് റീഡ് ചെയ്യുക. അതിനുശേഷം ഫാക്ടോറിയൽ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഇതൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് ഇവിടെ ഡിഫൈൻ ചെയ്യാം. അതേ പേരിനായിരിക്കും ഇവിടെ ഫംഗ്ഷൻ്റെ പേര് എഴുതുമ്പോഴും. സോ ഫാക്ടോറിയൽ ഓഫ് നം, സപ്പോസ് നിങ്ങൾ നം 5 ആണ് റീഡ് ചെയ്തതെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് 5 ആണ് ഇങ്ങോട്ട് പോവുക. ഫാക്ടോറിയൽ ഓഫ് 5 ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് n = 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. n = 0 അല്ല, നമ്മൾ 5 ആണ് ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. 0 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. നിങ്ങൾക്കറിയാം 0 ഫാക്ടോറിയൽ 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ n = 0 ആകുമ്പോൾ 1 റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 5 ആണ് ഇങ്ങോട്ട് പാസ് ചെയ്തത്. അപ്പോൾ നേരെ എൽസ് കണ്ടീഷനിലോട്ട് വരും. എൽസിനകത്ത് ഫാക്ടോറിയൽ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫംഗ്ഷനെ തന്നെ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് കോൾ ചെയ്യാണ്. സോ ഫാക്ടോറിയൽ ഓഫ് n-1, എന്നിന്റെ വാല്യൂ 5 ആണ്. 5 - 1 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, ആ വാല്യൂ എന്ത് ചെയ്യും? ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യും. ദെൻ റിസൾട്ട് ഈക്വൽ ടു n ഇൻറ്റു, അതായത് എന്നിന്റെ വാല്യൂ 5 ആണ്, 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4. റിക്കേഴ്സിനകത്ത് ഫാക്ടോറിയൽ ഓഫ് 4 കണ്ടിട്ടുണ്ടായിരിക്കും. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് ഈ 3 സ്റ്റേറ്റ്മെന്റിനെ ഒരൊറ്റ ലൈൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-1, അതായത് 5ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 ആണ്. 4ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 ആണ്. 3ന്റെ ഫാക്ടോറിയൽ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 ആണ്. 2ന്റെ ഫാക്ടോറിയൽ 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1 ആണ്. 1ന്റെ ഫാക്ടോറിയൽ 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 0 ആണ്. 0 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് 1 ആണ് റിട്ടേൺ ചെയ്യുക. ആ 1നെ ഇങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക. അതായത് 1 ഇൻറ്റു 1 കാണും. ആ 1 ഇൻറ്റു 1 റിസൾട്ട് 2 ഇൻറ്റു 1നോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ 2 ഇൻറ്റു 1നെ 2നെ 3യോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 ഇൻറ്റു 3 6 ആകും. ആ 6നെ 4ഓട് കൂടി മൾട്ടിപ്ലൈ ചെയ്യും. സോ 4 ഇൻറ്റു 6 24 ആണ്. ആ 24നെ 5ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 120 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. അങ്ങനെയാണ് റിക്കർസീവ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുക. അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 3യുടെ ഫാക്ടോറിയലാണ് കാണേണ്ടതെങ്കിൽ n = 3, n = 3. സോ റിക്കേഴ്സ് ഈക്വൽ ടു 2. അപ്പോൾ അവിടെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിനകത്ത് നമ്മൾ റിക്കേഴ്സ് ഈക്വൽ ടു ഒരു ഫാക്ടോറിയൽ ഓഫ് n-1 എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിക്കേഴ്സ് ഈക്വൽ ടു 2 ആയി. അപ്പോൾ ഇവിടുന്ന് n-ന്റെ വാല്യൂ അടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ n = 2 ആണ് പാസ് ചെയ്യുക. സോ റിക്കേഴ്സ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഓഫ് n-1, അതായത് ഫാക്ടോറിയൽ ഓഫ് 2 - 1. ആ 1 ആണ് അടുത്ത ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുക. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോകും. അങ്ങനെ n-ന്റെ വാല്യൂ 0 എത്തിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 1 ആണ്. ആ 1 റിട്ടേൺ ചെയ്യുന്നത് തൊട്ട് മേലോട്ടാണ് റിട്ടേൺ ചെയ്യുക. അതായത് എവിടെ നിന്നാണോ ഈ ഫംഗ്ഷനകത്തോട്ട് കോൾ വന്നത് അങ്ങോട്ടാണ് അത് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അതായത് 1 ഇൻറ്റു 1 കാണും. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. ഇവിടെ 2 ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്യും. ആ റിസൾട്ട് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. ഇവിടെ 3 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യും. 6 ആണ് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിക്കർസീവ് ഫംഗ്ഷന് വർക്ക് ചെയ്യുന്നത്.
നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് യൂസിങ് റിക്കേർഷൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 10 പ്ലസ് സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ് ആണ്. സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 9 പ്ലസ് സം ഓഫ് ഫസ്റ്റ് 8 നമ്പേഴ്സ് ആണ്. സം ഓഫ് 8 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 8 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 8 പ്ലസ് സം ഓഫ് ഫസ്റ്റ് 7 നമ്പേഴ്സ് ആണ്. അതങ്ങനെ ബാക്കിലോട്ട് വരും. അങ്ങനെ 1 എത്തുന്നത് വരെ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്താൽ മതി. എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. അതുപോലെ പ്രോഗ്രാം ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് റേസ് ടു വൈ. എക്സ് റേസ് ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 1 ആണ്. എക്സ് റേസ് ടു വൈ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 2 ആണ്. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യന് സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് കാണാനാണ്. അതായത് യൂസിങ് റിക്കേഴ്സീവ് ഫംഗ്ഷന്. അപ്പം നിങ്ങൾക്കറിയാം സം ഓഫ് ഫസ്റ്റ് 1 നമ്പർ എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സം ഓഫ് ഫസ്റ്റ് 5 നമ്പേഴ്സ് ആണെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ആണ്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാൻ റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 5 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 പ്ലസ് സം ഓഫ് ഫസ്റ്റ് 4 നമ്പേഴ്സ് ആണ്. അപ്പോൾ 5 അവിടെ പെൻഡിങ് ഉണ്ട്. സം ഓഫ് ഫസ്റ്റ് 4 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 പ്ലസ് സം ഓഫ് ഫസ്റ്റ് 3 നമ്പേഴ്സ് ആണ്. അപ്പോൾ 5 പ്ലസ് 4 പ്ലസ് ആയി. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3 പ്ലസ് സം ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ്. അതങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരും. അപ്പോൾ അത് റിക്കഴ്സീവ് ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്നിൻ്റെ വാല്യൂ റീഡ് ചെയ്യണം. സോ ഇൻറ്റ് ഓഫ്, അതായത് ആ ലിമിറ്റ് എത്ര വരെ പോകണം എന്നുള്ളത്, ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ വാല്യൂ ഫോർ n. അതായത് സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 10 ആയിരിക്കും. സം ഓഫ് ഫസ്റ്റ് 50 നമ്പേഴ്സ് ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 50 ആയിരിക്കും. ആ ഒരു റേഞ്ചാണത്. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യണം. സോ റിസൾട്ട് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് സം ഈക്വൽ ടു നമുക്കൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. സം ഓഫ് n എന്നുള്ള ഫംഗ്ഷന് പേര് കൊടുക്കാം. ആർഗ്യുമെൻ്റ് ആയിട്ട് n ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷനെ ചെയ്ത് കഴിഞ്ഞാൽ, ഫംഗ്ഷന് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സമ്മിനകത്ത് ആ കറസ്പോണ്ടിങ് റിസൾട്ട് വന്നിട്ടുണ്ടാകും. അത് പ്രിൻ്റ് ചെയ്യാം. സോ പ്രിൻ്റ് ദ സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് ഈസ് കോമ, ആ സമ്മാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സം ഓഫ് n എന്നുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അത് മേലെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഡിഫ് സം ഓഫ് n. നിങ്ങളുടെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ പേരിൽ സ്പേസ് കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം എറർ കാണിക്കും. ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നത് ഒരു വേരിയബിൾ ആണ് വരുന്നത് n. തൽക്കാലം അത് n തന്നെ പേര് കൊടുക്കാം. നമുക്കിവിടെ കണ്ടീഷൻ കൊടുക്കാം. ഇഫ് n ഈക്വൽസ് 1 ആണെങ്കിൽ, അതായത് സം ഓഫ് ഫസ്റ്റ് 1 നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ 1 കൊടുത്താൽ മതി. അതായത് സം ഓഫ് ഫസ്റ്റ് 1 നമ്പർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, 1 മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് കാണേണ്ടത്? ദാറ്റ് n പ്ലസ് റിട്ടേൺ ദാറ്റ് n പ്ലസ് സം ഓഫ് n ബ്രാക്കറ്റിൽ n മൈനസ് 1. അതായത് സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് ആണെങ്കിൽ, എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 10 പ്ലസ് സം ഓഫ് n ബ്രാക്കറ്റിൽ 10 മൈനസ് 1, അതായത് സം ഓഫ് n 9. അതുപോലെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഇപ്പോൾ 9 ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുക. ദ 9ൻ്റെ ഇറ്ററേഷനിൽ 9 പ്ലസ് സം ഓഫ് n 8. അപ്പോൾ 8 ആണ് ഇങ്ങോട്ട് വരിക. സോ 8 പ്ലസ് സം ഓഫ് n 7. അങ്ങനെ അത് റെഡ്യൂസ് ചെയ്ത് എന്നിൻ്റെ വാല്യൂ 1 എത്തിക്കഴിഞ്ഞാൽ 1 ആണ് റിട്ടേൺ ചെയ്യുക. ആ 1 റിട്ടേൺ ചെയ്യണത് 1ന് ആരാണോ കോൾ ചെയ്തത്, അതായത് 1 എന്നുള്ള വാല്യൂലോട്ട് എവിടെ നിന്നാണോ എത്തിയത് അങ്ങോട്ടാണ് ആ വാല്യൂ റിട്ടേൺ ചെയ്യുക. അപ്പോൾ വീണ്ടും ബാക്കിലോട്ട് വന്ന് തിരിച്ച് എന്നിൻ്റെ വാല്യൂ 10 വരെ പോകും. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ വാല്യൂ ഫോർ n. നമുക്ക് 10 കൊടുത്തു കഴിഞ്ഞാൽ 55 ആണ് റിസൾട്ട് കിട്ടേണ്ടത്. സോ ദ സം ഓഫ് ഫസ്റ്റ് n നമ്പർ ഈസ് 55. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്ര പ്ലസ് 10, അത് 55 ആണ്. ഒന്നുകൂടി റൺ ചെയ്യാം. എന്നിൻ്റെ വാല്യൂ 5 കൊടുത്തു കഴിഞ്ഞാൽ 15 ആണ്. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5. അപ്പോൾ ഇതാണ് സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് യൂസിങ് റിക്കർഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് എക്സ് റേസ് ടു വൈ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സ് റേസ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 1.
എക്സ് റേസ് ടു വൈ മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് ടു ആണ്. അതങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ എൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ 0 ആകുമ്പോൾ, അതായത് എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ വൈൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് റിട്ടേൺ 1 കൊടുത്താൽ മതി. അതാണ് എൻഡ് കണ്ടീഷൻ. അപ്പോൾ എപ്പോഴും റിക്കഴ്സീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എൻഡ് കണ്ടീഷൻ കൊടുക്കൽ മസ്റ്റാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈയും യൂസർ എടുത്ത് ഫസ്റ്റ് റീഡ് ചെയ്യണം. സോ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ വാല്യൂ ഫോർ എക്സ്. ഇതേപോലെ വൈൻ്റെ വാല്യൂ റീഡ് ചെയ്യാം. എൻ്റർ ദ വാല്യൂ ഫോർ വൈ. നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ റിസൾട്ട് ഈക്വൽ ടു എക്സ് റേസ് ടു വൈ ആണ് കാണേണ്ടത്. ഞാൻ എക്സ് ആർ വൈ എന്നാണ് ഫംഗ്ഷന് പേര് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ആർഗ്യുമെൻ്റ് ആയിട്ട് എക്സും വൈയും ആണ് പാസ് ചെയ്യേണ്ടത്. ഇനി ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ദ റിസൾട്ട് ഈസ് എന്നിട്ട് RES പ്രിൻ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ എക്സ് ആർ വൈ എന്നുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ഡിഫ് എക്സ് ആർ വൈ. ആർഗ്യുമെൻ്റ് ആയിട്ട് എക്സും വൈയും ആണ് വരേണ്ടത്. നിങ്ങൾക്ക് എക്സും വൈയും യൂസ് ചെയ്യുന്നതിന് പകരം വേറെ 2 വേരിയബിൾ നെയിം വേണമെങ്കിൽ കൊടുക്കാം, തെറ്റൊന്നുമില്ല. ആദ്യം നിങ്ങൾ എൻഡ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് വൈ ഈക്വൽസ് 0 ആണെങ്കിൽ, അതായത് എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. റിട്ടേൺ 1. അതല്ലെങ്കിലാണ് നമ്മുടെ റിക്കഴ്സീവ് ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ റിട്ടേൺ എക്സ് ഇൻറ്റു എക്സ് ആർ വൈ ഓഫ് വൈ മൈനസ് 1. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതുവരെ പോകും? വൈൻ്റെ വാല്യൂ 0 എത്തിക്കഴിഞ്ഞാൽ 1 റിട്ടേൺ ചെയ്യും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ വാല്യൂ ഫോർ എക്സ് 2 കൊടുക്കാം. എൻ്റർ ദ വാല്യൂ ഫോർ വൈ 4 കൊടുക്കാം. എക്സ് ആർ വൈ മിസ്സിംഗ് 1 റിക്വയർഡ് ഓപ്ഷണൽ പാരാമീറ്റർ. ഓക്കെ, ഇവിടെ 2 ആർഗ്യുമെൻറ്റ് വേണം. അതായത് എക്സ് കോമ, കാരണം ഇത് ഈ ഒരു ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന 2 ആർഗ്യുമെൻ്റ് ആണ്. സോ എക്സ് കോമ വൈ മൈനസ് 1. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ വാല്യൂ ഫോർ എക്സ് 2. എൻ്റർ ദ വാല്യൂ ഫോർ വൈ 4. സോ 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഒന്നുകൂടി റൺ ചെയ്യാം. എൻ്റർ ദ വാല്യൂ ഫോർ എക്സ് 5. എൻ്റർ ദ വാല്യൂ ഫോർ വൈ 2. സോ 5 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.